4-5 ദിവസമായി ആൾ മിസ്സായിട്ടെന്ന് പോലീസ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഒരു വിവരമില്ല. ഇയാൾ എങ്ങോട്ട് പോയിന്നോ ഏത് ഭാഗത്തേക്ക് പോയിന്നോ ഒന്നൊരു വിവരം. CCTV ഫുട്ടേജ് പോലും കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അപ്പോൾ ഇയാളിപ്പോൾ എന്ന് പിടിക്കുന്നത് അവർ പറയുന്നുണ്ട്, ഇന്ന് പിടിക്കുന്ന നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസം കഴിഞ്ഞു. പക്ഷേ ഞങ്ങളും ഇപ്പോൾ ശരിക്കും തടങ്കലായിട്ടുള്ളത് ഞങ്ങളാണ്. ഞങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും പേടി, ആകെ മൊത്തം പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോണത്. ഇതിപ്പോൾ എത്ര ദിവസം നീളും എന്നുള്ളത് ഉള്ളൊരു ആശങ്കയിൽ തന്നെയാണ് കുടുംബം എല്ലാവരും. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ കുട്ടിയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. തിങ്കളാഴ്ച തൊട്ട് കോളേജ് തുടങ്ങി കഴിഞ്ഞാൽ അവൾക്ക് കോളേജിൽ പോകണം. ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു നല്ലൊരു ആശങ്കയിൽ തന്നെയാണ് കുടുംബം എല്ലാവരും നിൽക്കുന്നത്. ഇല്ല, ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇത്. പിന്നെ ചോദിച്ചു അവരോട്, എല്ലാ ദിവസവും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ, ഏത് ഭാഗത്തേക്കാണ് പോയതെന്നുള്ള വിവരമെങ്കിലും കിട്ടിയോന്ന്. പക്ഷേ ഒരു വിവരം അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയൊരു ആശങ്ക. ഇവൻ എവിടെ പോയി എന്നുള്ളത്, എവിടേക്കെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് നമുക്കൊരു എന്തെങ്കിലും ഒരു സൂചന കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഈ ഭാഗത്താണെങ്കിലും നമുക്കിത് ഇതിപ്പോൾ എപ്പോൾ ഇവൻ എങ്ങനെ മുന്നിൽ വന്ന് നിന്നാൽ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ കാലം അങ്ങനെയല്ലേ, ഈ മാസ്കും തൊപ്പിയൊക്കെ വെച്ച് ഒരാൾ പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നാൽ അവനെ തിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കട പറഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന രാത്രി വരെയുള്ളൊരു കടയിലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ ഇത് വൈകുന്തോറും ഞങ്ങളെ ഒരു ആശങ്ക, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, വീട്ടിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇവരെ പ്രൊട്ടക്ഷനിൽ നിൽക്കുമ്പോൾ നമ്മളാണ് ഇപ്പോൾ ശരിക്കും തളങ്കിലായ പോലെ തോന്നുന്നത്. കാരണം അവൻ പുറത്തിറങ്ങി സുഖമായിട്ട് നടക്കണു, നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിലും ഇവരെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടേണ്ട ഒരു ഗതിയുണ്ട്. അതെത്രത്തോളം മാനസികമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ ശരിക്കും കുടുങ്ങിയത് ഞാനും എൻ്റെ മോളുമാണ്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതപ്പോൾ ഏറ്റവും ദുരന്തം അനുഭവിക്കുന്നത് ഞങ്ങളാണ്. ഇത്രയും ദുരന്തം അനുഭവിച്ചു. എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് അതെങ്കിലും ഒരു ആശ്രയമായിരുന്നു. അവരും ഇല്ല. ഞാൻ ഈ കുട്ടിയെ വെച്ച് എന്താ ചെയ്യുക? എത്ര കാലം ഇങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിയും? അവനെ കിട്ടുന്നൊരു എന്തെങ്കിലും ഒരു ഇത് അവർ തരികയാണെങ്കിൽ തിരക്കില്ല, അതുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് അറിയണില്ല. എങ്ങനെ ഞാൻ ജീവിക്കുക? ഇവനെ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ തിരക്കിടില്ല. ഇതൊരു തെറ്റും ചെയ്യാതെ ഞങ്ങളിങ്ങനെ പേടിച്ച് ജീവിക്കുക. ഞങ്ങളെന്താ ചെയ്യാന്ന് ഒരു ഇതില്ല. അധികൃത ഭാഗത്തൊന്നും ഇല്ല ഒരു മറുപടി കിട്ടുന്നുള്ള പ്രതീക്ഷ. എനിക്കിപ്പോൾ അവനെ കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഞങ്ങളെ ജീവിതം ഇങ്ങനെ പേടിച്ച് തീരാനാണെന്ന് തോന്നുന്നു. അല്ല എന്താ ചെയ്യുക? കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.